ഹായ്, വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് ഇന്നത്തെ. പച്ചമരുന്നുകൾ ചേർത്തിട്ടുള്ള കർക്കിടക കഞ്ഞി അല്ല കേട്ടോ. പക്ഷേ ഈ കഞ്ഞി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല ഇത് ഡയബറ്റിക് പേഷ്യൻസിന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അരി, പരിപ്പ്, മുളപ്പിച്ച കടല, ഉലുവ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വേവിച്ചെടുക്കാം. അരി വേവുന്ന സമയത്ത് നമുക്കൊരു തേങ്ങാക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. ചിരവിയ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അരി ഒരു 90% വേവാകുമ്പോഴത്തേക്കും അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ചീര, മുളപ്പിച്ച ചെറുപയർ, മുതിര ഇത്രയും ചേർക്കാം. ഇതിനൊക്കെ കുറച്ച് വേവ് മതി എന്നുള്ളതുകൊണ്ടാണ് ഇത് ഈ ഒരു സ്റ്റേജിൽ ചേർക്കണത്. അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങാക്കൂട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി കഞ്ഞിയിലേക്കുള്ള ഉപ്പ് ചേർക്കാം. വെള്ളമൊക്കെ നമ്മളുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കാം. ഇതേ റെസിപ്പിയിൽ തന്നെ അരിക്ക് പകരം മില്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാം. ലാസ്റ്റായിട്ട് ചെയ്യണത് ഈ കഞ്ഞിയിൽ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. നെയ്യിൽ ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഈ കഞ്ഞിയിലേക്ക് ചേർക്കാം. റെസിപ്പി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.